സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളിൽ നിന്ന് പണവും സ്വർണവും തട്ടുന്ന പ്രതിയെ കാടാമ്പുഴ പോലീസ് പിടികൂടി. തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാൾ വലയിലായത്. മിലിറ്ററി ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഇയാൾ യുവതികളെ കബളിപ്പിച്ചിരുന്നത്. വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേന മിലിറ്ററി ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വിവാഹ ആലോചനയുമായി വരുന്ന സ്ത്രീകളിൽ നിന്ന് വിവാഹം കഴിക്കാമെന്നുള്ള വിശ്വാസം ജനിപ്പിച്ച് സ്വർണവും പണവും തട്ടുന്നയാളെയാണ് കാടാമ്പുഴ പോലീസ് പിടികൂടിയത്. കോട്ടക്കൽ സ്വദേശിയായ കാടാമ്പുഴ പിലാത്തറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയുടെ പണം പോയി എന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന 33 വയസ്സുള്ള എറണാകുളം തൃപ്പൂണിത്തറ ഉദയംപേരൂർ സ്വദേശിയായ അയ്യപ്പദാസ് എന്ന സിയാദിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPS കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ KC വിനുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിമാത്ത് എന്ന സ്ഥലത്ത് വെച്ച് സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരവെയാണ് അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത്. ഇയാൾ മിലിറ്ററി ഉദ്യോഗസ്ഥനാണെന്നുള്ള വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മുസ്ലിം മാട്രിമോണിയലിൽ സിയാദ്, അഫ്സൽ എന്നീ പേരുകളിലും, ഹിന്ദു മാട്രിമോണിയലിൽ സുദീപ്, അഭിലാഷ്, അജിത് എന്നീ പേരുകളിലും, ക്രിസ്ത്യൻ മാട്രിമോണിയലുകളിൽ അലക്സ് എന്ന പേരിലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയാണ് വിവാഹത്തിന് താൽപര്യമുള്ള, വിവാഹബന്ധം വേർപ്പെടുത്തിയതും അല്ലാത്തവരുമായ കേരളത്തിൽ അങ്ങോളമുള്ള സ്ത്രീകളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടി മുങ്ങുന്നത്. ഓരോ തവണയും ഓരോ സ്ത്രീകളെ വിളിക്കുന്നതിനായി ഓരോ സിം കാർഡ് വീതമാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത്. ഇവൻ വിവാഹ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കുന്ന മുഴുവൻ വേട്ടു നിക്കാഹും അതുപോലെ തന്നെ മാട്രിമോണിയലും അതുപോലെ തന്നെ മാലയോഗം, ഈ മാട്രിമോണിയലിലൂടെയാണ് ഇവൻ, കേരള മാട്രിമോണിയലിലൂടെയായിട്ടാണ് ഇവൻ എല്ലാം ചെയ്തിരിക്കുന്നത്. സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലാണ് ഇവൻ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇവന്റെ ജോലി എന്ന് പറയുന്നത് ഇവൻ എറണാകുളത്ത് ഒരു മിലിറ്ററി സർവീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അഡ്രസ്സിലാണ് അവൻ എല്ലാവരെയും അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ കേസിൽ ഇവൻ അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ട് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതാണ്. നിലവിൽ 10ഓളം സ്ത്രീകളിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചു. മാരാരിക്കുളത്തുള്ള യുവതിയിൽ നിന്ന് 5 ലക്ഷം രൂപയും, പാലക്കാട് അലനല്ലൂരിലുള്ള അവിവാഹിതയായ യുവതിയിൽ നിന്ന് 10 ലക്ഷവും, ചാവക്കാടുള്ള വിധവയായ സ്ത്രീയിൽ നിന്ന് 10 ലക്ഷവും സ്വർണമാലയും, മാനന്തവാടിയിലെ യുവതിയിൽ നിന്ന് 1,32,000 രൂപയും, കാടാമ്പുഴയിലുള്ള വിവാഹം കഴിഞ്ഞ സ്ത്രീയിൽ നിന്ന് 1.5 ലക്ഷം രൂപയും ഒരുമിച്ച് വാടകയ്ക്ക് താമസിക്കാനുള്ള വീട്ടിലേക്കെന്നും പറഞ്ഞ് ടിവിയും വാഷിംഗ് മെഷീനും വാങ്ങിപ്പിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും, പത്തനംതിട്ട മണിമലയിലുള്ള സ്ത്രീയെ കബളിപ്പിച്ച് പണം പറ്റിയ കാര്യത്തിന് ആലപ്പുഴ മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. നിരവധി പേർ ഇയാൾക്കെതിരെ പരാതിയുമായി ഇപ്പോഴും മുന്നോട്ട് വരികയും എന്നാൽ മറ്റു പലരും നാണക്കേട് ഭയന്ന് പരാതിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടറെ കൂടാതെ SI ശ്രീകാന്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുരേഷ്, രാജേഷ്, അജീഷ്, ശരണ്യ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.